അസ്സലാമു അലൈക്കും. മുത്തഅല്ലിമീങ്ങളും മറ്റു മോമിനിയങ്ങളും കേൾക്കാൻ വേണ്ടി ഭാര്യ ഭർത്തൃബന്ധം സ്ത്രീ പുരുഷ ബന്ധമാണ് നമ്മളെ വിഷയം. അന്ന റജുലൻ ഫി അഹ്ദി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ ഗാസിയൻ. മുത്തുനബിന്റെ കാലത്ത് ഒരു മനുഷ്യൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ഫഖാല ലിംറഅതിഹി, അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ലാ തഖ്റുജി മിൻ ഹാദൽ ബൈത്തി ഹത്താ അർജിയ ഇലൈക്കി. ഞാൻ വരുന്നവരെ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ പുരന്റെ ഉള്ളിൽ നീ പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ മരിള അബൂഹ, അവളുടെ ഉപ്പ രോഗിയായി. അർസലത്ത് റസൂലൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിന്റെ അരികത്തേക്ക്, പിന്നെ യുദ്ധത്തിന് പോയതാണല്ലോ, അപ്പൊ സംഭവം അറിയാം, മുത്തുനബിയാണല്ലോ. മുത്തുനബിന്റെ അരികത്തേക്ക് ഒരു ദൂതനെ ആ പെണ്ണയച്ചു. ഇന്ന് ബാപ്പാക്ക് സുഖല്ല, ഇന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിച്ചിട്ട്. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തുനബി കൊടുത്ത മറുപടി, അതീ, മകളെ, നീ നിന്റെ ഭർത്താവിന് അനുസരിക്കണേ. വക്കഥാ മർറത്തം ബാദ മർറത്തിൻ, 2-3 വട്ടം അയച്ചങ്ങനെ. മുത്തുനബിന്റെ വാക്കതാണ്. അവള് പോയില്ല. ഫാത്താഅത്ത് സൗജാ, അവളുടെ ഭർത്താവിന്റെ വാക്ക് അനുസരിച്ചു. വലം തഖ്റുജ് മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് അവള് പുറത്തേക്ക് പോയില്ല. ഫമാത അബൂഹ, അവളുടെ പിതാവ് മരിച്ചു പോയി. വലം തറഹൂ, പിതാവിനെ മകൾക്ക് കാണാൻ കഴിഞ്ഞില്ല. വസ്വബറത്ത് അലാ ദാലിക, അതിന്റെ മേൽ അവൾ ക്ഷമിച്ചു. ഹത്താ റജഅ സൗജുഹാ ഇലൈഹ, അവളുടെ ഭർത്താവ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ. അങ്ങനെ ഫഅല്ലാഹു ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയിലേക്ക് വഹി അറിയിക്കുകയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന. എന്തെന്ന്? ഇന്നല്ലാഹ ഖദ് ഗഫറ ലഹാ ബിഇതാഅത്തി സൗജിഹാ, അല്ലാഹു അവളുടെ പാപങ്ങളൊക്കെയും ഭർത്താവിനനുസരിച്ച കാരണത്താൽ പുറത്തു കൊടുത്തു പോയിട്ടുണ്ട്. അല്ലാഹു തആലക്ക് ഇഷ്ടം കണ്ടില്ലേ? വല്ല അല്ലാഹു തആല പാപം പൊറുക്കുന്നതാ. ഭർത്താവിനനുസരിക്കാന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടം. ഭർത്താവിന് അനാദരവ് കാണിക്കൽ അല്ലാഹുവിന് ഭയങ്കര കോപ. അതുകൊണ്ട് ഭാര്യമാരെ, മഹദികളെ, മഹിളകളെ, നിങ്ങളൊക്കെയും ഭർത്താക്കന്മാരെ അനുസരിച്ചുകൊണ്ട് തന്നെയുള്ള ജീവിതമായിരിക്കണം. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, മുത്തനബിനെ അനുസരിച്ചുകൊണ്ട്. വറവ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തനബി പറയാണ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റിപ്പോർട്ടിൻ ഹദീസിൽ, ഇദാ ഗസലത്തിൽ മർഅതു സിയാബ സൗജിഹാ, ഭർത്താവിന്റെ വസ്ത്രം ഭാര്യ അലക്കി കൊടുത്താൽ, കതബല്ലാഹു ലഹാ അൽഫാസനത്തിൻ, അല്ലാഹു അവൾക്ക് 1000 കൂലി എഴുതും. വഗഫറ ലഹാ അൽഫി ഖതീഅത്തിൻ, 2000 പാപം അല്ലാഹു അത് പുറത്തു കൊടുക്കും. വസ്തഗ്ഫറ ലഹാ കുല്ലു ഷൈഇൻ തലഅത് അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്നതായ ഭൂമിണ്ടല്ലോ, ഭൂമിയിലുള്ള സർവസ്വവും അവൾക്ക് വേണ്ടി പൊറുക്കലിനത്തോടും. വറഫഅ ലഹാ അൽഫ ദർജത്തിൻ, അല്ലാഹു അവൾക്ക് 1000 പദവി ഉയർത്തി കൊടുക്കും. അത്രക്കും വലിയ കൂലിയാണ് ആ വിഷയം എന്ന് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാം, അൻ അലിയിൻ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ, അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൻ ഹദീസിൽ കാണാൻ കഴിയും, ദഖൽതു അന വ ഫാത്തിമത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും, അതായത് അലി റളിയല്ലാഹു അൻഹു, ഞാനും എൻ്റെ ഭാര്യ ഫാത്തിമ, മുത്തനബിന്റെ മകളാണല്ലോ, അപ്പം മകളും പുയ്യാപ്പിളെ മുത്തനബിന്റെ അടുത്ത് ചെന്ന്. ഫവജദ്നാഹു ബാക്കിയാ, ഞങ്ങൾ മുത്തനബിനെ കാണുന്നത് റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞിരിക്കുകയാണ്. കരഞ്ഞിങ്ങനെ ഉത്തിരിക്കുക മുത്തനബി. ഫഖുൽനാ, ഞങ്ങൾ ചോദിക്കുന്ന, മാദാ യുബ്കീക യാ റസൂലല്ലാഹി, മുത്തനബിയെ, തങ്ങൾ എന്താ ഇങ്ങനെ കരയുന്നത്? തങ്ങൾ കരയിപ്പിച്ച കാരണം എന്താണ്? കേൾക്കട്ടെ, എന്തെന്നാ കരഞ്ഞെടുക്കുന്നത്? ഫഖാല, മുത്തനബി പറയാണ്, റഅയ്തു നിസാ ലൈലത ഉസ്രിയ ബി ഇലസ്സമാ, എന്നെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടല്ലോ ഫാത്തിമത്തെ അലിയാരെ, മിഅ്റാജ് ഇസ്രായിന്റെ റജബ് മാസം 27 എന്നെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടല്ലോ. അന്ന് രാത്രി ഞാൻ സ്ത്രീകളെ കണ്ടു, ഫി ശിദ്ദത്തി അദാബിൻ, ഭയങ്കര പ്രയാസം. നരകം കാണിക്കപ്പെട്ടു മുത്തനബിന്, സ്വർഗം കാണിക്കപ്പെട്ടു, അർശ് കുർസ് തുടങ്ങി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയും അല്ലാഹു തആല കാണിച്ച കൂട്ടത്തിൽ നരകം കാണിച്ചെത്തും മുത്തനബിക്ക്. മുത്തനബി ഒന്ന് ഏന്തി നോക്കപ്പോ, ഇത്തലാത്തു ഫീഹാ, ഹദീസിൽ കാണാം ബുഖാരിയിൽ, ഞാൻ അതിലൊക്കെ ഒന്ന് ഏന്തി നോക്കിയെന്ന് നരകത്തിൽ. അപ്പൊ മുത്തനബി കണ്ടത് എന്താ?
ഫീ ശിദ്ദത്തി അദാബിൻ, സ്ത്രീകൾ ഒരുപാട് കൂടുതൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. പുരുഷന്മാർ കുറവാണ്. അത് തന്നെ ശക്തിയായ ശിക്ഷയാ, ചെറുതൊന്നുമല്ല. ഫദക്കർത്തു സഅനഹുന്ന, ഞാൻ അവരെ കാര്യം അങ്ങനെ ചിന്തിച്ചു നോക്കി. അവർക്കുള്ള പ്രയാസങ്ങൾ ദുന്യാവും അങ്ങനെ ആഖിറവും അങ്ങനെ എല്ലാം കൊണ്ടും കഷ്ടപ്പാടാൻ്റെ എത്തിക്കും. എന്താക്കിയാലും അതിന് കാരണമോ ഞാനിങ്ങനെ ചിന്തിച്ച്. ബക്കൈത്തു, ഞാനിങ്ങനെ കരിയ. കാരണം പെണ്ണുങ്ങളാണെങ്കിലും മനുഷ്യന്മാരല്ലേ, നമ്മൾ അവരോട് ദേഹം കാണിക്കണ്ടേ. ഖുൽതു യാ റസൂലല്ലാഹ് മല്ലദീ റഅയ്ത, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി തങ്ങളോട് ചോദിക്കുന്നു, തങ്ങൾ എന്തേ കണ്ടത് എന്ന് പറഞ്ഞേരി, വിശദീകരിച്ചേരി. ഖാല, മുത്തനബി പറയാണ്, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ മിൻ ശഅരിഹാ, ഞാൻ കുറേ സ്ത്രീകൾ, ഒരു കൂട്ടം സ്ത്രീകൾ കണ്ട്. അവരെ മുടി കൊണ്ട് ഓരെ കട്ടപ്പെട്ടുക. ഓരോ മുടിയുണ്ട്, നിങ്ങളുള്ള മുടിയാ, ആ മുടികൊണ്ട് ഓരോ കയ്യും കാലും അവരെ ദേഹമാസകലം അവരെ മുടി കൊണ്ട് തന്നെ അവരെ കെട്ടി ബന്ധിച്ചിട്ട്. എന്നിട്ടോ വയഗ്ലീ ദിമാഉ റഅസിഹാ, ആ കൂട്ടം സ്ത്രീകളുടെ തലച്ചോറ് ഇങ്ങനെ പതക്കുന്ന കാണാം. തലച്ചോറ് തലിന്റെ മേൽഭാഗത്ത് പതിച്ച് വെള്ളം വെട്ടിത്തിളക്കുന്ന മാതിരി തിളച്ചിങ്ങനെ മറിയാം. അതായത് മൂർധാവ്, മുടി കൊണ്ട് ദേഹം നായിട്ട് കെട്ടിപ്പെട്ട്. അങ്ങനത്തെ ഒരു കൂട്ടം കുറേ സ്ത്രീകൾ ഞാൻ അങ്ങനെ കണ്ടു. വറഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിലിസാനിഹാ, അതിൽ കുറേ സ്ത്രീകൾ ഞാൻ കണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം അവരെ നാവ് കൊണ്ട് അവരെ കെട്ടപ്പെട്ട, വലിയ നാവിന് നീട്ടം കൊടുത്തിട്ട് നാവ് കൊണ്ട് കയ്യും കാലും ദേഹം ഒന്നായിട്ട് ഒരു കൂട്ടം അങ്ങനെ കെട്ടപ്പെട്ട. എന്നിട്ടോ വഖദ് അഖ്റജത് യദഹാ മിൻ ലഹ്രിഹാ, ആ കൂട്ടം സ്ത്രീകൾ അവർക്കുള്ള രണ്ട് കൈകളുണ്ടല്ലോ, കൈകളെ പിൻഭാഗത്തിലൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, കൈ പുറത്താണ്, പിൻഭാഗത്താണുള്ളത്. ദേഹം ഒന്നായിട്ട് നാവുകൊണ്ട് കെട്ടപ്പെട്ടു. വൽഖതിറാൻ യുസബു മിൻ ഹൽഖിഹാ, ചൂടുള്ള വെള്ളത്തിന് അവരുടെ തൊണ്ടയിലേക്ക് ഇങ്ങനെ ഒഴിക്കപ്പെടുന്നു. ചൂടുള്ള തിളച്ച വെള്ളം. എന്താ എന്റെ സ്ഥിതി. വറഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിസദിയിഹാ, ഒരു കൂട്ടം സ്ത്രീകളെ ഞാൻ കണ്ടു, അവരവരെ രണ്ട് മുല കൊണ്ട് അവരെ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മിൻ വറാഇ ലഹ്രിഹാ, പിൻഭാഗത്തിലൂടെ കെട്ടിക്ക. വസ്സഖൂം യുസബു ഫീ ഹൽഖിഹാ, സഖൂം എന്ന ചൂടുള്ള നരകത്തിലെ വെള്ളം ഉണ്ടല്ലോ അവരുടെ തൊണ്ടയിലേക്ക് ഒഴിക്കപ്പെടുകയാണ്. വറഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ, അതേമാതിരി തന്നെ വേറെ കുറെ സ്ത്രീകളെ ഞാൻ കണ്ടു. എന്താണ് അവരെ സ്ഥിതി എന്നറിയാം. മുഅല്ലഖതൻ, അവരും കെട്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ? ഖദ് ശുദ്ദതി റിജ്ലാഹാ മാ യദൈഹാ ഇലാ നാസിയതിഹാ, അവരുടെ രണ്ട് കാലുകൾ രണ്ട് കൈയോടുകൂടി കെട്ടപ്പെട്ട് നിൽക്കുന്ന മൂർധാവിലേക്ക്. വഖദ് സുല്ലിത്തത്ത് അലിഹ അയ്യാത്തും വാക്കാരിബോ, പാമ്പ് തേള് എല്ലാം കൂടെ അവളങ്ങനെ പൊതിഞ്ഞിക്ക, കുത്തിന് കടിക്കുന്ന. വറഅയ്തു ഇംറഅതൻ തൂകുലു ജസദഹാ, മറ്റൊരു കൂട്ടം സ്ത്രീകൾ ഞാൻ കണ്ടു, അവളുടെ ശരീരത്തിനെ കടിച്ചു തിന്നുന്നു. വന്നാറു തൂഖദു മിൻ തഹ്തിഹാ, അവളുടെ സന്ധിഭാഗത്തിലൂടെ പുറം ഭാഗത്തിലൂടെ തീ ഇങ്ങനെ കത്തിക്കപ്പെടുകയും ചെയ്യുന്നു. വറഅയ്തു ഇംറഅതൻ യുഖത്തിഉ ജസദഹാ, മറ്റൊരു കൂട്ടം സ്ത്രീകളെ ഞാൻ കണ്ടു. എന്തെന്നറിയോ, അവൾക്കുള്ള ശരീരത്തിനെ ഇങ്ങനെ മുറിക്കുക. ബിമിഖ്റാദി മിനന്നാർ, തീയിനാലുള്ള നരകത്തിൽ ഊട്ടപ്പെട്ട തീയിനാലുള്ള കത്രികൾ കൊണ്ട് ശരീരത്തിന്റെ ഇറച്ചി ഇങ്ങനെ മുറിച്ച് ഒഴിവാക്കി. വറഅയ്തു ഇംറഅതൻ മുസ്വദ്ദത്തൽ വജ്ഹി, മറ്റൊരു കൂട്ടം സ്ത്രീകളെ ഞാൻ കണ്ടു. എന്താ അവരുടെ സ്വഭാവം എന്നറിയാം, മുഖം കറുത്തതാണ്. വതഅകുലു അംആഅഹാ, എന്നിട്ട് അവൾക്കുള്ളതായ കുടൽമാരെങ്ങനെ തിന്നുകയാണ്, ഭക്ഷണമായി കഴിക്കുകയാണ്. അതൊരു കൂട്ടം അങ്ങനെ. വറഅയ്തു ഇംറഅതൻ, മറ്റൊരു കൂട്ടം സ്ത്രീകളെ ഞാൻ കണ്ടു. സമ്മാഅ അംയാഅ ഖർസാഅ, നാപ്പൊട്ടലാണ്, കണ്ണുപൊട്ടലാണ്, ചെവിട് പൊട്ടാണ്. ഫീ താബൂത്തിൻ മിൻ നാർ, തീയിനാളുള്ള ഒരു പെട്ടിയിലാണ്. യഖ്റുജു ദിമാഉഹാ മിൻ മൻഖരിഹാ, അവരുടെ തലച്ചോറ് ചാടി വരുന്നുണ്ട് എന്നറിയാം മൂക്കിലൂടെ. വബദനുഹാ മുൻതനും മിനൽ ബർസി വജുദാം, വെള്ളപ്പാണ്ട് അതുപോലെ തന്നെ ബസൂരി രോഗം ഉണ്ടല്ലോ, അങ്ങനത്തെ ആ ചീത്ത വാസനാണ് അവരുടെ ശരീരത്തിനുള്ളത്. അതൊരു കൂട്ടം പെണ്ണുകൾ. വറഅയ്തു ഇംറഅതൻ റഅസുഹാ കറസിൽ ഖിൻസീർ വബദനുഹാ കബദനിൽ ഹിമാർ,
മറ്റൊരു കൂട്ടം സ്ത്രീകൾ ഞാൻ കണ്ടു, അവളുടെ തല പന്നിന്റെ തല മാതിരിയാണ്, ശരീരം കഴുതന്റെ ശരീരം മാതിരിയാണ്. ലാ അൽഫു അൽഫിനോ മിനൽ അദാബ്, ലക്ഷക്കണക്ക് ശിക്ഷകൾ അവൾക്ക് നൽകപ്പെടുകയാണ്. വറഅയ്തും റാതനല സൂറത്തിൽ കൽബി, ചില സ്ത്രീകൾ ഞാൻ കണ്ടു, നായന്റെ രൂപമാണ്. തദ്ഖുലുൽ അഖാരിബു വൽ ഹയ്യാതു മിൻ ഖുബുലിഹാ ഔ മിൻ ഫീഹാ, അവളുടെ വായയിലൂടെ അല്ലെങ്കിൽ മുൻദ്വാരത്തിലൂടെ പാമ്പുകളും തേളുകളും ഇങ്ങനെ കടന്നു പോവുകയാണ്. തഖ്റുജു മിൻ ദുബുരിഹാ, പിൻദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നു. വൽ മലായികത്തു യദ്രിബൂന അലാ റഅസിഹാ ബിമഖാമിയ മിൻ നാർ, തീയിനാലുള്ള ഇരുമ്പ് ദണ്ടുകളെ കൊണ്ട് അവർ തലക്കിങ്ങനെ അടിക്കുക മലക്കള്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുത്തുനബി വിവരിച്ചു കൊടുത്തു. ഇതൊക്കെ നരകത്തിൽ കണ്ട കാഴ്ചകളാണ്. ഇനി പറയുന്നു, അവർ ആരൊക്കെയാണ്, ഏതൊക്കെ അവൾക്ക് കിട്ടാനുള്ള പ്രയാസം, ഈ ശിക്ഷ കിട്ടാനുള്ള കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും.